ടിപ്സ് ടു ലേൺ ഇംഗ്ലീഷ് യൂസിങ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. ഇന്ന് ഇംഗ്ലീഷ് ഹൗസിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെ പറ്റിയിട്ടാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു 2-3 മെത്തേഡ് ബൈ വിച്ച് യു ക്യാൻ ആക്ച്വലി എൻജോയ് ലേണിംഗ് ദ ലാംഗ്വേജ്. ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇംഗ്ലീഷും ഇൻ്റലിജൻസും തമ്മിൽ അങ്ങനെ വലിയൊരു കണക്ഷനൊന്നുമില്ല. ഓക്കെ, പല ആൾക്കാരുടെയും മനസ്സിലുണ്ട്, അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പോകുമ്പം എന്താ അവൻ എന്നെ പറ്റി വിചാരിക്കുക. ഒന്നുമില്ല. ഇഫ് യു ആർ ഇൻ്റലിജൻറ്റ് ഇനഫ് ആൻഡ് ഇഫ് യു ഹാവ് എ ഗുഡ് നോളജ് അബൌട്ട് എനിത്തിങ് അണ്ടർ ദ സൺ, എല്ലാത്തിനെ പറ്റി നിങ്ങൾക്കൊരു വിവരമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഒരു ഭാഷ മാത്രമാണ്, അത് എനിക്ക് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റുമെന്ന് ആദ്യമേ നമ്മുടെ മൈൻഡിൽ വെക്കുക. ഞാൻ ഈ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അതൊരു എൻജോയബിൾ പ്രോസസ്സ് ആക്കിയാൽ മാത്രമേ ഈ ഒരു ഭാഷ നമുക്ക് വഴങ്ങുള്ളൂ. പഠിക്കാൻ വേണ്ടി നമ്മൾ കച്ച കെട്ടി ഒരു യുദ്ധമൊക്കെ ചെയ്ത പോലെ പോയാൽ തിങ്സ് ആർ നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. സോ ഈ ഒരു ഹോൾ പ്രോസസ്സ് നിങ്ങളൊരു എൻജോയബിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ കണക്കെടുത്താൽ ഞാൻ ഈ പറയുന്ന മെത്തേഡൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും കേട്ടോ. ഫസ്റ്റ് വൺ, എപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ നാൾ മുമ്പ് ഞാൻ ഈ എങ്ങനെ നമുക്ക് തർജ്ജിമ ഒഴിവാക്കാം ഇതിനെയൊക്കെ പറ്റിയിട്ട് വി ഹാഡ് ആക്ച്വലി ഡിസ്കസ്ഡ് അല്ലേ, കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇതിനെ പറ്റി ഒന്നും റിലേറ്റഡ് അല്ലാത്തൊരു 1-2 ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ്. ഫസ്റ്റ് വൺ ഇസ് ലേണിംഗ് ഇംഗ്ലീഷ് ത്രൂ മൂവീസ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, എവിടെ നോക്കിയാലും നമ്മുടെ യൂട്യൂബിലെ കാര്യങ്ങൾ പോലും ടി വിയിൽ കാണാവുന്ന തരത്തിലുള്ള ആൻഡ്രോയിഡ് സെറ്റപ്സുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വിരൽ തുമ്പിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇറയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. സോ യു ക്യാൻ ആക്ച്വലി ലേൺ ഇംഗ്ലീഷ് ത്രൂ മൂവീസ് ബൈ ഡൂയിങ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്താണെന്നറിയോ, സാധാരണ നിങ്ങൾ ഈ മൂവി കാണുമ്പോൾ എങ്ങനെയാണ് ഈ കഥ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ പൊതുവേ ഇംഗ്ലീഷ് പഠിക്കുക? ഒന്നേ നമ്മൾ താഴത്തെ സബ് ടൈറ്റിൽസ് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. 90% ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു ലിസ്ണിങ് അവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഒരു പോയിൻ്റാണ്, ഒരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് കേട്ടോ. നമ്മളെന്താ ചെയ്യുക, ആ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആക്റ്റീവായിട്ട് നമ്മൾ ആ ഒരു ഭാഷയിലേക്ക് നമ്മൾ നോക്കുന്നില്ല, എങ്ങനെയാണ് അവരുടെ സെൻറ്റൻസ് സ്ട്രക്ചറിങ് പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സോ ഈ മൂവീസ് നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ, ആൻഡ് ഇറ്റ് ഡെഫിനറ്റ്ലി വർക്ക്സ്. 1-2 പേരെടുത്ത് ഞാനിത് പറഞ്ഞു കൊടുത്തു, അവർക്ക് വളരെ നന്നായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികൾക്കാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്, അവർക്ക് നന്നായിട്ട് റിസൾട്ട് ഉണ്ട്. സോ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സബ് ടൈറ്റിൽസിനെ അതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ഡിലേ ചെയ്യുക. ഓക്കെ, ഒരു 2 സെക്കൻഡ്സ് വല്ലതും നിങ്ങൾ ഈ സബ് ടൈറ്റിൽസ് താഴെ കൊടുക്കുന്ന സബ് ടൈറ്റിൽസ് ഒന്ന് ഡിലേ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ, ഇതിനകത്തെ ആള് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആ സബ് ടൈറ്റിൽസ് താഴെ വരുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരൊരു ഡയലോഗ് പറയുന്ന ടൈമിൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ട്രൈങ് ടു സേ. അവരിപ്പം വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ള ഒരു കാര്യം, ഒരു ഡയലോഗ് അവർ ചോദിക്കുന്നതിരിക്കട്ടെ, അവരുടെ ഒരു സ്ലാങ്ങിലായിരിക്കും ഓട്ടോമാറ്റിക്കലി അവർ ചോദിക്കാം. അപ്പം അത് ചോദിച്ചു കഴിഞ്ഞൊരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രമേ അത് താഴെ എഴുതി കാണിക്കുള്ളൂ. സോ ദ മെയിൻ തിങ് ഇസ്, ഈ ഒരു കാര്യം വഴി യു വിൽ ബി ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് ദേ ആർ സേയിങ്. അത് കഴിഞ്ഞിട്ടൊരു ഡൗട്ട് വരുമ്പോൾ മാത്രമേ നിങ്ങൾ താഴേക്ക് നോക്കുക. ഓക്കെ, സോ നെവർ ഫോക്കസ് ഓൺ ദ സബ് ടൈറ്റിൽസ് അലോൺ. കാര്യം അതിലേക്ക് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നില്ല. അതായത് റീഡിങ് പാസീവായിട്ടുള്ളൊരു കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഡിലേ ചെയ്യുന്ന വഴി സബ് ടൈറ്റിൽസ് ഒരു 2 സെക്കൻഡ്സ് ഡിലേ ചെയ്താൽ ഇറ്റ് റിയലി വർക്ക്സ്. ട്രൈ ഇറ്റ് ഔട്ട് ടുഡേ. ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സമയമല്ലേ, എന്തായാലും നമുക്ക് ഈ ഒരു ഡിലേ മൂലം നല്ലൊരു റിസൾട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, നമ്പർ 2, കുട്ടികൾക്കും നമ്മൾക്കും ഈക്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് ഈ കാണുന്ന വീഡിയോ കോണ്ടന്റ് ഇല്ലേ. ഇഫ് സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ എടുക്കുക. ഓക്കെ, ഇപ്പം ഇറ്റ് കെൻ ബി റിലേറ്റഡ് ടു അഡ്വെഞ്ചർ, ഓർ ഇറ്റ് കെൻ ബി റിലേറ്റഡ് ടു ട്രാവലിംഗ്, ഇറ്റ് കെൻ ബി റിലേറ്റഡ് ടു കാർട്ടൂൺസ്. എനിക്കിപ്പോഴും ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം ഇരുന്ന് കാർട്ടൂൺ കാണുന്നത്. ഓക്കെ, സോ വടവർ ഇറ്റ് ഈസ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ എടുക്കുക. ആൻഡ് പല ആൾക്കാരും പറയൂ, നിങ്ങൾ തന്നെ സംസാരിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് മറ്റൊരാളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കണ്ടേ? നോ, യു ഷുഡ് ആക്ച്വലി ബി കോൺഫിഡൻറ്റ്. നമ്മളോട് സംസാരിച്ച് കോൺഫിഡൻറ്റ് ആയാൽ മാത്രമല്ലേ നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. സോ എന്താ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ, ഈ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കോമൻട്രി ഒക്കെ കേൾക്കുന്നില്ലേ, ഇതേപോലെ വീഡിയോ സ്ക്രീനിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഡയലോഗ് പറഞ്ഞു നോക്കൂ. ഓക്കെ, ഇതിപ്പോൾ ഡോറയുടെ കാര്യത്തിലൊക്കെ ഞാൻ എൻ്റെ മോനെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാറുണ്ട്. സോ എന്താ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ, ഒരു 2 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് എന്താണ് അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് തന്നെ സ്ക്രിപ്റ്റൊക്കെ എഴുതിപ്പിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇഫ് യു വോണ്ട് പ്രാക്ടീസ് ഇറ്റ്, ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പം നമുക്ക് തന്നെ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് അത് തിരിച്ചു വന്നിട്ട് യൂട്യൂബിലാകാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചാനലിലാകാം. അതൊന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒന്ന് എഴുതി ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാക്കും, വേർഡ്സ് ഒക്കെ അറിയണ്ടായോ, എന്നാലല്ലേ നമുക്കത് പറയാൻ പറ്റൂ. വേർഡ്സ് ഒക്കെ വരുമെന്നേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലല്ലേ നമുക്കത് അറിയുള്ളൂ. ഓക്കെ, സോ നമുക്കിഷ്ടമുള്ളൊരു വീഡിയോ കോണ്ടൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു കമൻട്രി മാതിരി പറഞ്ഞു നോക്കുക.
ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങ് മാറ്റി വെക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കേട്ടാൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഓ മൈ ഗോഡ്, ഇഫ് ഐ മേക്കിംഗ് എനി മിസ്റ്റേക്ക് വാട്ട് വിൽ ദി അതേഴ്സ് തിങ്ക്? നോബഡി ഈസ് ഗോണ തിങ്ക് എനിത്തിങ് ബാഡ് അബൌട്ട് യു. നമ്മൾ ഈ ചെയ്യുന്നത് നമ്മുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. സോ ആ ഒരു മനോസ്ഥിതിയോട് കൂടി, ആ ഒരു മനോബലത്തോടു കൂടി, ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി ജസ്റ്റ് മൂവ് ഓൺ. നമ്പർ 3 ആൻഡ് ദ ലാസ്റ്റ് വൺ, ക്ലാരിറ്റി ഓഫ് തോട്ട്. അതായത് നമ്മുടെ ചിന്തകൾ ക്ലിയർ ആക്കുക, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനോട് കൂടിയാണിത് അകത്തേക്ക് വരുന്നതെങ്കിൽ വല്ലാത്തൊരു എന്താ പറയുക, ഞാനിവിടെ സിറ്റാണോ അല്ലെങ്കിൽ സാറ്റാണോ, ഞാനിവിടെ ഹോപ്പാണോ ഹാവ് ആണോ, ഇങ്ങനെ ആയിരിക്കും പോവുക. കാര്യം എന്താ, മൈൻഡ് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ക്ലാരിറ്റി വരുത്താനായിട്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോസ് ചെയ്യേണ്ടി വന്നാൽ അവിടെ നിങ്ങൾ മലയാളം ഉപയോഗിച്ചോളൂ. എല്ലാം ഭാഷയല്ലേ, മനസ്സിലായോ? ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളിൽ ഞാൻ അങ്ങനെ എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കുന്നത്, എസ്പെഷ്യലി ദി യങ്ങർ വൺ, അവനിങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. സോ അവനിങ്ങനെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവനിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ ഐ കീപ് ടെല്ലിങ് ഹിം നോ യു സ്പീക്ക് ഇൻ മലയാളം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരിക്കലും ഇത് അയ്യോ ഇത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണെന്ന് തോന്നില്ല. യുനോ, ജസ്റ്റ് മേക്ക് ദ പ്രോസസ് എൻ എൻജോയബിൾ വൺ. ലൈക്ക് ഹൗ ഐ ടോൾഡ് യു ബിഫോർ, ഇതൊരു ഈസി ഗോയിങ് രീതിയാണ്. ഞാൻ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഞാൻ പറയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കിത് ഫുള്ളി ഇംഗ്ലീഷിലേക്ക് ആക്കാൻ കഴിയും. ഗോട്ട് ഇറ്റ്? സോ ട്രാൻസ്ലേഷൻ ഉള്ളിലില്ലാണ്ട് ട്രൈ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് സെൽഫ്. ആൻഡ് ഇഫ് ഇൻ കേസ് യു പോസ് ഇൻ ബിറ്റ്വീൻ, കുഴപ്പമില്ല, നമ്മുടെ രീതിയിൽ തന്നെ പറഞ്ഞു പോവുക. ദാറ്റ്സ് ഓൾ, റൈറ്റ്? നൗ ദ ലാസ്റ്റ് വൺ, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജസ്റ്റ് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. സി, ഞാൻ ഈ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരാളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ ചമ്മുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ഒറ്റയ്ക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് കുറച്ചൊന്ന് കോൺഫിഡൻറ്റ് ആയതിനു ശേഷം നമ്മൾ ഒരാളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വന്ന് വീഴും. ലൈക്ക് റീഡിങ്, വാച്ചിങ് എ മൂവി, ട്രാവലിംഗ്, ഐ മീൻ ലിസ്ണിംഗ് ടു ട്രാവലിംഗ് കോമൻട്രീസ്, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ അവിടെ എല്ലാം അത് കേൾക്കുക എന്ന് മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മൾ ലിറ്ററലി സംസാരിച്ചാൽ മാത്രമല്ലേ, ആ ഒരു ആംബിയൻസിലൂടെ മാത്രമല്ലേ നമുക്ക് ഇതിൽ പ്രാക്ടിക്കലായിട്ട് ഇതൊന്ന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ദ ലാംഗ്വേജ്. അതായത് കേൾക്കുന്നതും കാണുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 minutes ഒരു ദിവസം നിങ്ങൾ ഇതിന് മുടക്കാവില്ല. ആ ഒരു സമയം എഫക്റ്റീവായിട്ട് ഇതിന് യൂട്ടിലൈസ് ചെയ്യാമെങ്കിൽ തിങ്സ് വിൽ ഡെഫിനറ്റ്ലി വർക്ക് ഫോർ യു. ഓക്കെ, സോ ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എസ്പെഷ്യലി ജസ്റ്റ് എ മിനിറ്റ്, ഇറ്റ് റിയലി വർക്ക്സ്. ഇഷ്ടമുള്ളൊരു ടോപ്പിക് എടുക്കുക, ഗോ ഓൺ, കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഡോണ്ട് പോസ് ഇൻ ബിറ്റ്വീൻ ആൻഡ് ഡോണ്ട് റിപ്പീറ്റ് ദ സെൻറ്റൻസസ്. ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് നോക്കുക. ഇതിനൊക്കെക്കാട്ടിൽ പുറമേ നല്ലൊരു ട്രെയിനറോട് കൂടി, ഇംഗ്ലീഷ് ഹൗസ് പോലത്തെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഒന്ന് അഡ്മിഷൻ എടുത്തിട്ട് നല്ലൊരു ട്രെയിനിങ് കിട്ടുന്നതും ഒത്തിരി നന്നായിരിക്കും. കാര്യം പേഴ്സണൽ ട്രെയിനേഴ്സോട് കൂടി ഡെഫിനറ്റ്ലി യു ക്യാൻ create a good platform whereby you can improve your language. So take care. Bye. English House. English at your fingertips.